Are you more American or British? Let's check it out. Okay. Actually, America and Britain are two nations. Actually, we are divided by a common language. Actually, we are a common language in which is English. Okay, I know. But American and British English are different. English, English. ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ആക്ച്വലി ഇത് ഈസ് അവിടെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. മെയിൻലി ആക്സെന്റിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ ചില ഫ്രേസുകളിൽ മാത്രമല്ല, മെയിൻലി വൊക്കാബുലറിയിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. അതാണ് നമ്മൾ ആക്ച്വലി ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ആൻഡ് അത് മാത്രമല്ല, ഇന്ന് കുറച്ച് 10ഓളം വേർഡ്സുകൾ നമ്മൾ പരിചയപ്പെടും. ദെൻ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ മോർ അമേരിക്കൻ ഓർ ബ്രിട്ടൻ. നിങ്ങൾ കൂടുതൽ ബ്രിട്ടീഷ് ലാംഗ്വേജ് ആണോ അല്ലെങ്കിൽ അമേരിക്കൻ ലാംഗ്വേജ് ആണോ, മീൻസ് ആക്ച്വലി വേർഡ്സ് ആണോ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഉണ്ട്, കണ്ടോളൂ. ആക്ച്വലി ഇതിന് നമ്മൾ കൂടുതലും അമേരിക്കയിൽ പറയുന്നത് സോക്കർ ആണ്, പക്ഷെ നമ്മൾ കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടനിൽ പറയുന്നത് ഫുട്ബോൾ ആണ്. ഓക്കെ, ദെൻ now you have to guess what kind of name you are using. Actually ഇതിന് എന്താണ് പറയുന്നത് നിങ്ങൾ ഗസ് ചെയ്യാതെ എക്സാക്ട് ആൻസർ നമ്മൾ ഇവിടെ ഷോ ചെയ്യും. എന്താണ് ഇതിന് ആക്ച്വലി പറയാ? Yes, നോക്കൂ, it's in lorry, might be lorry. If you are guessing that actually that as a lorry, you are more British ആണ് നിങ്ങൾ കൂടുതൽ ടെൻഡൻസി ഉള്ളത്. ഏതായാലും അമേരിക്കയിൽ ഇതിനെ ട്രക്ക് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് വൺ. What is this? Just guess. If you are saying it's a cookie, then you are more American. അമേരിക്കയിൽ ഇതൊരു കുക്കി എന്ന് പറയും. Actually it's biscuit in UK. Okay, ഇംഗ്ലണ്ടുകാർ ഇത് ബിസ്ക്കറ്റ് എന്ന് പറയും. Yes, next one. Yeah, we definitely use the boards. റബ്ബറും അതുപോലെ തന്നെ ഇറേസർ യൂസ് ചെയ്യാറുണ്ട്. Actually rubber in UK and eraser in America. That's right. Next one. What is this? Yes, we are more use that as a chips. Chips നാണ് കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ചിപ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി it's ചിപ്സ് ഇൻ അമേരിക്ക. അമേരിക്കയിലാണ് ഈ ചിപ്സ് എന്ന് പറയാം. ക്രിപ്സ് എന്നാണ് ആക്ച്വലി എന്ത് പറയാ UK പറയാ. ആക്ച്വലി UK-കാർ ചിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് ആക്ച്വലി ഇംഗ്ലണ്ടുകാർ ഡെഫിനറ്റ്ലി പറയുന്നത് ചിപ്സ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് ഇസ് ദിസ്? നമ്മൾ രണ്ടും യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി എലവേറ്റർ യൂസ് ചെയ്യാറുണ്ട്. ദെൻ യു ആർ മോർ ടെൻഡ് ടു USA, ആൻഡ് ഇഫ് യു ആർ യൂസിങ് ആസ് എ ലിഫ്റ്റ് ഇറ്റ്സ് ബ്രിട്ടീഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Definitely we always using pants. Pants എന്നാണ് മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്. Actually it's a pants in America and it's actually trousers in British. ബ്രിട്ടീഷുകാർ യൂസ് ചെയ്യുന്നത് it's trousers എന്നതാണ്. Okay, then there's two words for this one. Okay, രണ്ട് നെയിം ഉണ്ട്. It's actually mobile phone in England. Actually it's a cell phone in America. Actually നമ്മൾ രണ്ടും യൂസ് ചെയ്യാറുണ്ട് ഇന്ത്യക്കാർ. Okay, ഏതായാലും this one. It's actually മിക്ക ഇന്ത്യക്കാർ യൂസ് ചെയ്യുന്നത് it's actually dicky എന്നാണ്. Actually it's really weird when we are communicating with other foreigners. Okay, മറ്റുള്ള ആൾക്കാരുമായിട്ട് എസ്പെഷ്യലി ബ്രിട്ടീഷും അമേരിക്കക്കാരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിയേർഡ് ആണ് it's dicky എന്ന് പറയുന്നത്. That's cool. Okay, whatever. ഏതായാലും ഇതിന്റെ എക്സാക്ട് നെയിംസ് പറയുന്നത് ഓക്കെ, UK-ൽ it's boot and trunk in USA. USA-ൽ trunk ആണ്, UK-ൽ boot ആണ്. ഓക്കെ, ഇതിനെന്താ പറയാ? ഡെഫിനറ്റ്ലി നമ്മൾ മിക്ക ആൾക്കാരും ബോണറ്റ് എന്ന് പറയും അല്ലേ? എക്സാക്ട്ലി ബോണറ്റ് ആണ് ഇൻ UK. ആക്ച്വലി ഹൂഡ് ഇൻ അമേരിക്ക. നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ. രണ്ടും പറയാറുണ്ട്. യെസ്, വാർഡ്രോബും അതുപോലെ തന്നെ ക്ലോസറ്റ് പറയാറുണ്ട്. ക്ലോസറ്റ് ഇൻ അമേരിക്ക ആൻഡ് വാർഡ്രോബ് ഇൻ UK. ആൻഡ് ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ചാൻസ് തരികയാണ്. ആക്ച്വലി ഇതിന് നമ്മൾ മിക്കപ്പോഴും സ്വീറ്റ്സ് എന്ന് പറയും. ഇറ്റ്സ് ആക്ച്വലി ഇൻ ഇംഗ്ലണ്ടിലാണ്. ഇനി അമേരിക്കയിൽ ഇതിന് എന്താണ് പറയാന്നുള്ളത് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് മാത്രമല്ല, ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കിയാലോ? ആർ യു റെഡി? അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അതും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇറക്കുക, ഇതിന്റെ ആൻസറും അതുപോലെ തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണോ വേണ്ടേ എന്നുള്ളതും അതുപോലെ തന്നെ ക്ലാസിന്റെ അഭിപ്രായങ്ങളും ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ അറിയിക്കുക. If you found this lesson useful, give it a thumbs up and don't forget to subscribe for more videos. Bye bye. Thank you.